തുളസി നമ്മുടെ ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ട ഒന്നാണല്ലേ. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പലയിടങ്ങളിൽ നമുക്ക് തുളസി മാലകൾ കാണാനായിട്ട് സാധിക്കും. തുളസി ഭഗവാനെ കൊണ്ടുചെന്ന് സമർപ്പിച്ചതും കാണാൻ പറ്റും. ആ ഭണ്ഡാരകൃഷ്ണന്റെ മുകളിലാണെങ്കിലും ഇനിയിപ്പോൾ നാലമ്പലത്തിനകത്ത് തൂണുകളിലുള്ള ശില്പങ്ങളിലാണെങ്കിലും ഭഗവാന്റെ ദേഹത്താണെങ്കിലും തുളസി കൊണ്ടുള്ള മാലകൾ മിക്ക ദിവസങ്ങളിലും ഉണ്ടായിരിക്കും അല്ലേ. അത്രയേറെ പ്രിയപ്പെട്ട ഒന്നാണ് ഭഗവാന് തുളസി. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗിരിജ വേണുഗോപാൽ എന്നൊരു ഭക്തിയാണ് കേട്ടോ. തുളസിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തുളസി ഭഗവാനെ കൊണ്ട് സമർപ്പിക്കുന്ന ആ ഒരു സമയത്ത് തുളസിയുടെ പൂവ് മാറ്റിയിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അതെന്തുകൊണ്ടാണ് തുളസിയുടെ പൂവ് മാറ്റുന്നത്? അത് നിഷിദ്ധമായതുകൊണ്ടാണോ? അതിന് പുറകിലെ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ എന്നാണ് ഗിരിജ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. ചേച്ചി ഉദ്ദേശിച്ച തുളസി പൂവ് എന്ന് പറയുന്നത് തുളസിയുടെ കതിരാണെന്ന് വിശ്വസിക്കുന്നു. കതിര് നമ്മൾ പൂജയ്ക്കായിട്ട് എടുക്കാറില്ല. അതിൻ്റെ മൃദുവായിട്ടുള്ള ഇലകൾ മാത്രമേ എടുക്കാറുള്ളൂ. കതിർ എടുക്കാത്തതേ അത് കുറച്ച് ഹാർഡാണ് അല്ലേ. ഭഗവാന്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കും. അതുകൊണ്ടാണ് കതിര് നമ്മൾ പൂജയ്ക്കോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിക്കോ മാല കെട്ടാനോ ഒന്നും എടുക്കാത്തത് കേട്ടോ. ഇപ്പൊ തുളസിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് പൂക്കൾ പൂജയ്ക്ക് എടുക്കുകയാണെങ്കിൽ കൂടെ അതിന് മൊട്ടുകൾ എടുക്കാറില്ല. ഇപ്പൊ തെച്ചിപ്പൂ നോക്കൂ, തെച്ചി വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് കൂടെ മൊട്ടുണ്ടായിരിക്കും. അപ്പൊ മൊട്ട് മാറ്റിയിട്ട് പൂക്കൾ മാത്രമേ പൂജയ്ക്ക് നമ്മൾ കൊടുക്കുള്ളൂ. മാല കെട്ടാനാണെങ്കിലും ഉപയോഗിക്കുള്ളൂ. കാരണം ആ പൂക്കൾ മൃദുവാണ്. ഭഗവാന്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കില്ല. നേരെ മറിച്ച് മൊട്ടാണെങ്കിൽ ആ കൂർത്ത ഭാഗം ഉണ്ടായിരിക്കും. ഇപ്പൊ തുളസിയുടെ കതിര് പോലെ തന്നെ കുറച്ച് റഫാണല്ലേ. ഭഗവാന്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത് പൂജയ്ക്ക് നമ്മൾ കൊടുക്കാത്തത്. അതല്ലാതെ നിഷിദ്ധ ആയതുകൊണ്ടൊന്നുമല്ല. നിഷിദ്ധാണെങ്കിൽ തുളസി ഉപയോഗിക്കാനായിട്ട് പാടില്ലല്ലോ. നമ്മൾ ചെറിയൊരു കുഞ്ഞിനെ തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ കുഞ്ഞിന്റെ ദേഹത്ത് തുളസിയുടെ ഇല കൊണ്ടോ അല്ലെങ്കിൽ തെച്ചിയുടെ പൂ കൊണ്ടോ തൊട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് വേദനിക്കൊന്നും ചെയ്യില്ല. നേരെ മറിച്ച് തുളസിയുടെ കതിര് കൊണ്ടാലോ അല്ലെങ്കിൽ തെച്ചിയുടെ മൊട്ട് കൊണ്ടാലോ കുഞ്ഞിന് വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ദേഹം വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുളസിയുടെ കതിര് നമ്മൾ ഉപയോഗിക്കാത്തത്. ഏത് പുഷ്പങ്ങളാണെങ്കിലും ഇപ്പോൾ നന്ദ്യാർവട്ട പൂക്കളാണെങ്കിലും അതിൻ്റെ പൂക്കൾ മാത്രമേ മാലയ്ക്കായിട്ട് എടുക്കാറുള്ളൂ. മുട്ടുകൾ എടുക്കില്ല. ഇത് തന്നെയാണ് കാരണം. ഭഗവാന്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കരുത്. അതുകൊണ്ട് മൃദുവായിട്ടുള്ള ആ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പൂജയ്ക്കായിട്ട് അല്ലെങ്കിൽ പുഷ്പാഞ്ജലിക്കായിട്ട് അല്ലെങ്കിൽ മാല കെട്ടാനായിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ ആ സംശയം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ.